നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ടും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സമയത്താണ് ഇടുത്തി പോലെ ഇഡിയുടെ ഒരു കുറ്റപത്രം, അതായത് കരുവണ്ണൂർ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ കുറ്റപത്രം ഇന്ന് പ്രത്യേക കോടതിയിൽ ഇഡി ഉച്ചയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അതോടുകൂടി ഈ ഇലക്ഷൻ സമയത്ത് തന്നെ CPM വെട്ടിലാവുന്നൊരവസ്ഥയിലാണ്. കാര്യം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPM പ്രതിപട്ടികയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ തന്നെ അത് CPMനെ വലിയ രീതിയിൽ ദോഷം ചെയ്യും. കൂടാതെ 2 മന്ത്രിമാർ, ഇപ്പോൾ ആലത്തൂരിൽ നിന്നുമുള്ള MP, അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു, ഇപ്പോൾ MP ആണ്, അദ്ദേഹം ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചത് CPMനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇതിൽ ഇഡി കൊടുത്തൊരു റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചെങ്കിൽ പോലും അന്ന് കോൺഗ്രസിനെ ഇഡി കുറ്റപത്രത്തിൽ കൊണ്ടുവന്നില്ല. ഇഡി കൊണ്ടുവന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായിരുന്നു. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിപട്ടികയിലാണ് എന്ന് വ്യക്തമായി ഇഡി പറയുന്നു. 2 മന്ത്രിമാരടക്കം പാർട്ടിയിലെ ഉന്നത നേതാക്കളെ അടക്കം പ്രതിപട്ടികയിൽ പരാമർശിച്ചുകൊണ്ടാണ് ഇഡി റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് CPMന് വലിയ രീതിയിലൊരു തകർച്ചയല്ലേ വരുന്നത്. തീർച്ചയായിട്ടും ഗൂഗിൾ കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാർട്ടി ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കേസിൽ വരുന്നത് എന്നുള്ളത് തന്നെ ഇതിലേറ്റവും വിചിത്രമാണ്, അപൂർവമാണ്. അതുപോലെ തന്നെ അതുതന്നെയാണ് പാർട്ടിയെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതും ഒരു സെമി ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള വീറും വാശിയുമേറിയ നിലനിൽപ്പിൻ്റെ കൂടെ പ്രശ്നമാണ്. കാര്യം ഇതിൽ പിണറായിസം വേഴ്സസ് അൻവറിസം എന്നൊക്കെ ഇന്നലെ മുതൽ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഈ പിണറായിസത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഒരു അംഗം കൂടിയാണ് ഈ നിലമ്പൂർ അംഗം എന്ന് പറയുന്നത്. ആ നിലമ്പൂരിലെ ഇപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ തിരിച്ചടി CPMന് കിട്ടിയെന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ ഇഡിയുടെ രൂപത്തിൽ കുറ്റപത്രം തയ്യാറാക്കുമെന്ന് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ പാർട്ടി തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. 68ാം പ്രതിയായിട്ടാണ് പാർട്ടിയെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, സൂചിപ്പിച്ചതുപോലെ 2 മന്ത്രിമാർ, അതായത് ഒരാൾ ഇപ്പോഴത്തെ MP രാധാകൃഷ്ണൻ ഉൾപ്പെടെ, MC മൊയ്തീൻ ഉൾപ്പെടെ 2 പേർ, അതുകൂടാതെ CPMൻ്റെ അവിടുത്തെ ലോക്കൽ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉൾപ്പെട്ട ഒരു കേസ്. 180 കോടി രൂപ ഇവർ സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ്. അതിൽ ഇപ്പോൾ 128 കോടി രൂപ ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു കേസ്, അത്ര പെട്ടെന്ന് ഊരിപ്പോരാമെന്നുള്ളൊരു കേസല്ല. അതുമാത്രമല്ല, കള്ളപ്പണപാടുമായി ബന്ധപ്പെട്ട കേസാണ്. അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല. ഇത് ഈ കരുവന്നൂർ കേസിനെ സംബന്ധിച്ച് വളരെ നാളായി ചർച്ചയുള്ളതുമാണ്. ഇത് ഈ ഇലക്ഷൻ കണ്ടുകൊണ്ട് ഇപ്പോൾ പൊട്ടിവിരിഞ്ഞ ഒരു കാര്യവുമല്ല. ഇതിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത് ഇന്നാണെന്നുള്ളത് ഒരു വൈചിത്ര്യം അതിനകത്തുണ്ടെങ്കിൽ കൂടിയും ഇതൊരു പുതിയ സംഭവമല്ല. കരുവന്നൂർ കേസ് വളരെ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ ഇതിലെന്താണ് നടന്നിട്ടുള്ളതെന്നൊക്കെ കേരള ജനതയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു അഴിമതി ആരോപണവുമായിട്ടാണ് CPM ഇക്കുറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നുള്ളൊരു പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെയുണ്ട്. ഇന്നലെ നമ്മൾ ഇത് സംബന്ധിച്ച നിലമ്പൂർ ഇലക്ഷൻ സംബന്ധിച്ച ഒരു ചർച്ചയിൽ, ഞാനും കുമാറും കൂടെ എടുത്ത ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞത്, ഈ മഴയ്ക്കിടയിൽ അല്പം തണുത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം വരാൻ പോകുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അതിനെ ചൂട് പിടിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ ഇഡിയുടെ ഒരു കുറ്റപത്ര സമർപ്പണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഇത് പ്രധാന ഒരു ആയുധമാക്കിക്കൊണ്ടാകും UDFും അല്ലെങ്കിൽ ഇനി BJP രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ BJPയും ഒക്കെ ഈ മത്സര രംഗത്തേക്ക് വരാൻ പോകുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ പാർട്ടിയെ തെല്ലെന്നുമല്ല പ്രതിരോധത്തിലാഴ്ത്താൻ പോകുന്നത്. വലിയ രീതിയിൽ തന്നെ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഇന്നിപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ അത് ഇനി എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ആലോചന ഇപ്പോൾ വലിയ രീതിയിൽ പാർട്ടി പാളയങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നുടൻ തന്നെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞിരുന്നു, ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അടുത്ത 3ാം LDF ഗവൺമെൻറ്റിലേക്കുള്ള ഒരു പോക്കിൻ്റെ തുടക്കമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തിൽ ഒരു ഒളിച്ചു കടത്തിൽ കൂടി ഉണ്ടായിരുന്ന കാര്യം, ഇത് ഇവിടെ ജയിച്ചില്ലെങ്കിൽ 3ാമത്തെ ഒരു പോക്ക് സംശയം കൂടിയുണ്ട്. അതുമാത്രമല്ല, വളരെ വിദഗ്ധമായി അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ്. കാര്യം മുഖ്യമന്ത്രിയുടെ തോളത്തത് പതുക്കെ വച്ചു കൊടുക്കുകയാണ്. കാര്യം ഇനി എന്ത് സംഭവിച്ചാലും അത് അതിൻ്റെ ഒരു മാറാപ്പ് മുഖ്യമന്ത്രിയുടെ തലയിൽ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിലോട്ട് തട്ടിയിടുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. മാത്രമല്ല, ഈ മരുമോനിസമൊക്കെ വളരെയധികം നിഴലിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ ഒട്ടനവധി വെല്ലുവിളികൾ CPM നേരിടുന്നുണ്ട്. ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഒരുവിധം മുഖം മിനുക്കി വരുമ്പോഴാണ് വീണ്ടും ഒരുപാട് തിരിച്ചടികൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ അടി തീർന്നിട്ടില്ല. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് റിയാസിന്റെ അനാവശ്യമായ ഇടപെടലുകൾക്കെതിരെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെ ശബ്ദമുയർത്തുന്ന കാഴ്ച. MP രാജേഷിന് അടി ഉണ്ടാക്കി. അതെ, അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് ഇവിടെ എങ്ങും തീരാൻ പോകുന്നതല്ല. ഈ ഉൾപാർട്ടിയിലെ ഉള്ള പ്രശ്നങ്ങൾ തന്നെ വലിയ കാര്യങ്ങളായി മാറുകയും അത് ഈ ഇലക്ഷനെ CPM-നെ പരോക്ഷമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തെ അധികരിച്ച് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഗോകുൽ, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ രണ്ട് പ്രധാന കാര്യമുണ്ട്. ഒന്ന്, ഇനി ഈ കാലാവധി തീരാൻ ഇനി കുറച്ച് മാസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇനി ഒരു ബൈ ഇലക്ഷൻ വരില്ല എന്നാണ് സർക്കാർ വിചാരിച്ചത്. അപ്പോഴാണ് ഒരു അൻവർ നേരെ കോടതിയിലൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുത്തു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പോൾ CPM-ന്റെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അൻവർ നിലമ്പൂർ രാജിവെച്ച് പോയപ്പോൾ നമുക്ക് അവിടെ വിജയിക്കണം എന്നുള്ളത് CPM-ന്റെ ഏറ്റവും പ്രധാന അജണ്ടയാണ്. കാരണം അൻവർ അവിടെ രാജിവെച്ചത് കൊണ്ട് നമുക്ക് CPM-ന് ഏതെങ്കിലും ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ അൻവർ ഇല്ലാത്തത് കൊണ്ടൊരു പ്രശ്നം വരും. അവിടെ ജയിച്ചാൽ അൻവർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും CPM-ന് ഒരു പ്രശ്നമില്ല എന്ന് അവിടെ വരുത്തി തീർക്കാൻ കഴിയുമായിരുന്നു. അല്ല ഗോകുൽ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ ഒരു സാമാന്യ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 43% അല്ലെങ്കിൽ അതിലധികം മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്കുകൂട്ടലുകളൊക്കെ അവിടെ തെറ്റും. ഈ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് നൽകുന്ന ഒരു പിന്തുണയുണ്ട്, അതോടൊപ്പം ഈ അൻവറിൻ്റെ ഒരു പിന്തുണയും കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്രയും മാറി നിന്നതാണ്. LDF-ലേക്ക് പോയ കുറേ മുസ്ലിം വോട്ടുകളുണ്ട്. അതും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്ത് വരുമ്പോൾ അവിടെ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈസി വാക്ക് ഓവർ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ വേർക്കുന്നതൊക്കെ CPM വെറുതെ വേർക്കുന്നതാവുമെന്ന് പറയുന്നതായിരിക്കും ശരി. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പറഞ്ഞതുപോലെ തോളത്ത് ഇടിയൊട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു ആരോപണം കൂടി വന്നിരിക്കുന്നത്. ഏറ്റവും വലിയൊരു അഴിമതി ആരോപണം, ഒരുപക്ഷെ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൽ പാർട്ടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതുവരെ പാർട്ടിക്ക് അങ്ങനെ പരിക്കുകൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ പേരിൽ കൈ കഴുകി പലപ്പോഴും പാർട്ടി അതിനെയൊക്കെ മാറി മറിച്ചുകൊണ്ട് പാർട്ടി ഉയർത്തെഴുന്നേറ്റ് വന്നിരുന്നു. പക്ഷേ ഇവിടെ പാർട്ടിയും പെട്ടുപോയി എന്നുള്ളതാണ്. 68ാം പ്രതിസ്ഥാനത്ത് പാർട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ ഇതാദ്യമാണെന്ന് തോന്നുന്നു. രാജ്യത്ത് ഇതാദ്യമാണെന്ന് തോന്നുന്നു. അറിയില്ല, ഇനി ഏതെങ്കിലും കേസ് പരിശോധിച്ചാൽ മറ്റേതെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഒരു പാർട്ടി അഴിമതിയുടെ പേരിൽ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പേരിൽ ജനങ്ങളെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ ഇടം പിടിക്കുന്നത് ഇതാദ്യമാണെന്ന് ആ ഒരു കാര്യത്തിൽ CPM-ന് അഹങ്കരിക്കാൻ. കാര്യം ഇത് അവർക്ക് മാത്രം കിട്ടിയ ഒരു അവർക്ക് ചാർത്തി കിട്ടിയ ഒരു സംഭവമാണ്. ഇത് ഈ ED കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഒരാഴ്ചയ്ക്ക് മുമ്പേ പുറത്തു വന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയെ അവിടെ ED-യുടെ കൊച്ചി ഓഫീസിലേക്ക് വരുന്നു. ED-യുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ കൈക്കൂലി ആവശ്യപ്പെടുന്നു, 2 കോടി രൂപ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വിജിലൻസിനെ കൊണ്ട് അവർ എടുത്ത് കളത്തിലിറങ്ങുന്നു. അപ്പോൾ ഡൽഹി ED-യുടെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു, ആ തെളിവുകളെല്ലാം തന്നെ ഒന്ന് മെയിൽ അയച്ചുതരാൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് അവിടെ സാധനം ഡൽഹിയിൽ എത്തിയിട്ടില്ല. അല്ല, ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഗോകുല. ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന സാധാരണ ജനങ്ങളെന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പേർ കമ്മ്യൂണിസ്റ്റുകാരാണ്. സാധാരണ ജനങ്ങളിൽ തന്നെ ഉൾപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അവർക്ക് പാർട്ടിയുടെ തനിനിറം എന്തെന്നുള്ളത് വ്യക്തമായി. അവരുടെ പൈസ എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചെന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധം അവർക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയുന്ന സാധാരണ ജനങ്ങൾ ഇനി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിലേക്ക് അവർ ചായുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, കേരളത്തിൻ്റെ ഒരു എക്കോ സംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷ അനുകൂലമാണ്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നമ്മൾ നിഴലിച്ച് കണ്ടുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ളൊരു തരംഗമായിരുന്നെങ്കിൽ ആ തരംഗത്തിന് വലിയ മാറ്റം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ മാധ്യമ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്നത്. അത് എന്താണെന്നുള്ളത് നമുക്ക് ഇനി ഒരുപക്ഷെ ഈ ഒരു മാസത്തിനകത്ത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരു പ്രധാന കാര്യങ്ങളുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തനം, അതെ, നീതി നടപ്പിലാക്കി എന്ന് പറയുന്നത്, അതെ നീതി വാങ്ങിച്ചു കൊടുത്തു. അല്ല, ഇപ്പോൾ ഈ ഇലക്ഷൻ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട്. ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഇവിടുന്ന് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ ഇപ്പോൾ തിരിച്ച് അവരുടെ നേർക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലയിടത്തും സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന അഴിമതി ആരോപണങ്ങളും DPR-ലുള്ള അനാവശ്യമായ കൈകടത്തലുകളും ഒക്കെ സംസ്ഥാന സർക്കാരിനെ തന്നെയാണ് വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നത്. ഒരു കാര്യമുണ്ട്, ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാരിനോട് ആഭിമുഖ്യം
ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞാലെങ്കിലും ഒരു പറ്റം ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല കാലം. സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്, വിരൽത്തുമ്പിൽ വാർത്ത എത്തുന്ന കാലമാണ്, ജനങ്ങൾ തന്നെ വാർത്തയുടെ എഡിറ്റർമാരായി മാറുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒളിച്ചു വയ്ക്കാനോ പൂഴ്ത്തി വയ്ക്കാനോ മറച്ചു വയ്ക്കാനോ കഴിയില്ല. ഇത് കൃത്യമായി അവരിലേക്ക് എത്തുന്നുണ്ട്. അവർ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. ഈ നേര് എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുമുള്ള ഒരു ബോധ്യം ഇപ്പോൾ ജനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കുറച്ച് പേരെങ്കിലും ഇതിൽ അവബോധരാണ്. അവർക്ക് അതിനുള്ള ഒരു ബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ LDFൻ്റെ കോട്ട കൊത്തളങ്ങളെന്ന് പറഞ്ഞിരുന്നിടത്തൊക്കെ അവർക്ക് വലിയ തകർച്ച നമ്മൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി കണ്ടുവരുന്നത്. അത് നാൾക്ക് നാൾ അത് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞതുപോലെ അടുത്ത ഇപ്പം ഇന്നലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത്, ഇത് അടുത്ത മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായി നമുക്കും മനസ്സിലാക്കാൻ പറ്റും ഇത് മൂന്നാം തവണയ്ക്കുള്ള അവരുടെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണെന്നുള്ളത്, ഇനി ഈ പറഞ്ഞതുപോലെ ഇതിനെ എന്തായാലും പ്രതിരോധിക്കാനുള്ള ക്യാപ്സ്യൂളുകൾ കൃത്യമായി ഉണ്ടാകും. ആ ക്യാപ്സ്യൂളുകളായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിഴലിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ മഴയും കാറ്റും കാറും കോളും ഒക്കെയാണ്. വയനാടൊക്കെ വലിയ ദുരന്ത ഭീഷണിയിലാണ്, ഉരുൾപൊട്ടൽ ഭീഷണിയിലൊക്കെ വീണ്ടും നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം അവിടെ കടന്നു വരുന്നത്. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഒരാവശ്യവുമില്ലാതെ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണും എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. ഈ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ അടിക്കടി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ അവർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അതും ഒരു പ്രതിഫലനം ഇതിലുണ്ടാവും. അതിൻ്റെയും ഒരു പ്രതിഫലനം ഇതിലുണ്ടാവും. ഒരു വോട്ട് ശതമാനം കുറയുന്നത് ഉൾപ്പെടെയുള്ള ചില പ്രതിഫലനം. അതെ അതെ സാധനങ്ങളില്ല, അതെ കറണ്ട് ബില്ല്. അതുകൊണ്ട് കിറ്റ് രാഷ്ട്രീയമൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിഴലിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ അതിന്റെ മുകളിലാണ് ഇപ്പോൾ ഈ അന്വേഷണവും മറ്റും വന്ന് നിൽക്കുന്നത്. വയനാട് ഇളകി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ വയനാട് പ്രതിഷേധമായിട്ട് വന്നു. കാരണം അവർക്ക് വാടക 3 മാസം കൊടുത്തിട്ട് പിന്നെ അവർക്ക് വാടക കൊടുക്കാനില്ല. സർക്കാർ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു തരംഗം അത് ഈ പാർട്ടി സമ്മേളനത്തോടുകൂടി ഒരു പരിധി വരെ അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ വീണ്ടും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ പാർട്ടിയുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നമസ്തേ.